ഗായ്സ്, ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ അന്നെൻ്റെ ഒരു ടെഡി ബിയറിനെ കാണിച്ചതല്ലേ, ഒരു കുട്ടിയുടെ അത്ര ഹൈറ്റുള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരിൽ ഒരാളെ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ കാണിച്ചു തരട്ടെ. ഇവനാണ് അവൻ. കണ്ട, എനിക്ക് ഇത്ര ഇഷ്ടമായി ഇവനെ. അപ്പോൾ ഇവനെനിക്ക് എൻ്റെ അച്ഛൻ്റെ അനിയത്തി എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന ഒരു ടെഡി ബിയറാണ്. ഇവന് ഞാൻ ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് പേരിടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, കാരണം ക്യൂട്ട് ബേബിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇവന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഫോട്ടോസ് വെച്ചൊരു ആൽബം പോലെ ഉണ്ടായിരുന്നു. ആ ആൽബത്തിൽ ഒരു ആൻറ്റീൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ആ ആൻറ്റി എനിക്ക് സൂപ്പർ മോളെ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ തിരിച്ച് താങ്ക് യു ഒന്നും ഇട്ടു. എനിക്കുണ്ടല്ലോ, എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു പ്രതീക്ഷയാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരാൾ ഒരു കമൻറ്റ് ഇടാൻ വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ വ്യൂസ് എന്ന് പറഞ്ഞാൽ 438 വ്യൂസാണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹാപ്പിയാണ്. അപ്പം നിങ്ങളുടെ പേരും ആ ആൻറ്റി സൂപ്പർ ഇട്ടാണൊക്കെ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ, ഇവനല്ലാതെ വേറെ 2 പേരുണ്ട് പറഞ്ഞില്ലേ, അവരെ കാണിക്കുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ പേര് വായിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റാണ്. കമൻറ്റ് ഇട്ടാലേ നിങ്ങളുടെ പേര് യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ ബൈ. അടുത്തത് ഞാൻ വരുന്നത് അവരെ 2 പരിചയപ്പെടുത്താനായിരിക്കും. പിന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവൻ എൻ്റെ അച്ഛൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് ഹസ്ബൻഡ് വരച്ച പിക്ചറാണ്. ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒരു ഇഷ്ടം പോലെ പിക്ചേഴ്സിൻ്റെ കാണിച്ചതാ. ഇതൊന്ന് വരച്ചതാണ്. ഞാൻ ഇനിയും ഉണ്ട്, വേറെ ഉണ്ട്. കണ്ടില്ലേ? കാണിച്ചത് കണ്ടോ? പിന്നെ ഒന്ന് ഇതാ കണ്ടില്ലേ? ഓക്കെ ബൈ.